നിങ്ങൾക്ക് കൃപയും സമാധാനം. കൃപയും സമാധാനം. ആ വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, കൃപയും സമാധാനം. ഇന്ന് മനുഷ്യർക്ക് സത്യത്തിൽ എല്ലാവരും കൊതിക്കുന്നത് എന്തിനു വേണ്ടിയാ? സമാധാനത്തിന് വേണ്ടി. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ വേണ്ടത് എന്താ? സമാധാനം. കൊച്ചു പിള്ളേർക്കും അപ്പച്ചനും വേണ്ടത് എന്താ? സമാധാന. ഞാനൊരു വട്ടം വിദേശത്ത് താമസിക്കുക, അമേരിക്കയല്ല. ഈ വിദേശ മലയാളി പിള്ളേരുടെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മലയാളമല്ല, ഇംഗ്ലീഷും അല്ല. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, നമ്മൾ പണ്ട് പറയാറില്ലേ, പിള്ളേരെ പിടിച്ച വീട്ടിലെ കാര്യങ്ങൾ എന്ത് അറിയാം. പോലീസ് വന്നപ്പം കൊച്ചൻ പറഞ്ഞെന്ന് അച്ചായൻ തട്ടുംപുറത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു കൊച്ചു കുഞ്ഞ് എന്നോട് വർത്തമാനം പറയുക. അവന് ഭയങ്കര ഇഷ്ടമായപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അങ്കിളെ അവൻ്റെ ആ ഇംഗ്ലീഷ് പാർട്ടിക്കണേ എന്നോടോ ചക്കരെ. ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു സമാധാനവും കൊടുക്കത്തില്ല. പാവം പറഞ്ഞു, കൊണ്ട് വളരെ സങ്കടപ്പെട്ടാ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഒരു സമാധാനം കൊടുക്കുകയല്ല, സമാധാനം പ്രാർത്ഥിക്കും. അപ്പോൾ അവൻ കേൾക്കുന്നൊരു വാക്കാണ് അമ്മ പറയുന്നത്, ഇത് അമ്മച്ചി എനിക്ക് ഒരു സമാധാനവും തരത്തില്ല. ഇപ്പം കൊച്ചു പിള്ളേർ മുതൽ വലിയവർ വരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സമാധാനം. അതെന്താണ് നമുക്ക് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ ഒത്തില്ലെങ്കിലും മനസ്സിൻ്റെ അടക്കമാണ് സമാധാനം. എല്ലാവരും ആഗ്രഹിക്കുകയാണ് പീസ്, സമാധാനം. ഈ സമാധാനം എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് 3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം മനുഷ്യനും ദൈവവുമായിട്ടുള്ള സമാധാനമാണ്. ഈ മനുഷ്യനും ദൈവവുമായിട്ടുള്ള സമാധാനം പോയതാണ് മനുഷ്യൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഈ ദൈവവും മനുഷ്യനും കൂടെ ഭയങ്കര ഹാർമണിയിലായിരുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് പാപം കാണുക. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വെയിലറിയപ്പം ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. അപ്പോൾ അന്ന് വരെ ഈവനിങ്ങിൽ ഇവർ നടക്കാൻ പോയിരുന്ന 3 പേരും കൂടെ, ആരൊക്കെയാ? ആദാമും ഹവ്വയും ദൈവവും കൂടെ. ദൈവവും ആദവും ഹവ്വ 3 പേരും കൂടെ ഒന്നിച്ചുള്ള ഭയങ്കര ഹാർമണിയായിരുന്നു, ഭയങ്കര സമാധാനമായിരുന്നു. അന്ന് അവർക്കും സമാധാനമായിരുന്നു. അതുകൊണ്ടാണ് ആദം ഹവ്വയെ കണ്ടപ്പോൾ ഒറ്റ പാട്ട് പാടി. ലോകത്തെ ആദ്യത്തെ കാവ്യം ആര് പാടിയതെന്നറിയാമോ? ആരാ പാടിയേ? ലോകത്തെ ആദ്യത്തെ പാട്ട് പാടിയത് ആരാന്നറിയാമോ? ആരാ? ആദാമ. ആരെ കണ്ടപ്പോഴാണ് പാടിയേ? ഹവ്വയെ കണ്ടപ്പോഴാണ് പാടിയേ. എന്താ പാടിയെന്നറിയാമോ? ഇവളെൻ്റെ അസ്ഥിയിൽ നസിയും മാംസത്തിൽ നിന്ന് മാംസം. അതൊരു ഹീബ്രു പോയറ്റിക് ലാംഗ്വേജാണ്. ഇപ്പോൾ ഹീബ്രു പോയമാണ്. അവളെൻ്റെ അസ്ഥിയും നസ്തിയും മാംസത്തിൽ നിന്ന് മാംസമാണ്. അത് പാട്ടാ. സത്യം പറഞ്ഞാൽ എന്താ അവൻ പാടിയേ? ഇവളാണ് എൻ്റെ അസ്ഥി. അർത്ഥം, അസ്ഥി എന്തിനെ കാണിക്കുന്നു? അസ്ഥി എന്തിനെ കാണിക്കുന്നു? ശക്തിയെ കാണിക്കുന്നു. മാംസം ബലഹീനതയെ കാണിക്കുന്നു. ഇവളെൻ്റെ അസ്ഥിയാണ്, ഇവളെൻ്റെ ശക്തിയാണ്, ഇവളെൻ്റെ മാംസമാണ്, ഇവളെൻ്റെ ബലഹീനത. ശരിക്കും പറഞ്ഞാൽ അവളെൻ്റെ അസ്ഥിയല്ലേ? അവളല്ലേ ശക്തി? ഞാൻ ചോദിച്ചേക്കാം, അച്ചായൻ ഭയങ്കര ആരോഗ്യവാനാ, ഉരുണ്ട് കയറുന്ന മസിലും വിരിഞ്ഞ നെഞ്ചും നെഞ്ചേ നിറച്ച് രോമമൊക്കെ ഉള്ള, അത്യാവശ്യം ഷട്ടൊക്കെ ഊരി ഇന്ന് ആരും നോക്കുന്ന അകാര സവിഷ്ടമുള്ള അച്ചായനാ. അച്ചായനും അമ്മാമ്മയും കൂടെ കിടക്കുക. പിള്ളേരൊന്നും വീട്ടിലില്ല, മിക്കവാറും പിള്ളേരെല്ലാം പോയില്ലേ. കിടക്കുക, ഒരു തട്ട്, ഒരു കൊട്ട്, ഒരു മുട്ട്. ആരോ കള്ളനാന്ന് തോന്നി അമ്മാമ്മയെ വിളിക്കാതെ ഇറങ്ങിപ്പോകാൻ ധൈര്യമുള്ള ഏതച്ചാനുണ്ട്? എന്നാ മനുഷ്യ, എന്തുവാ മുട്ട്? എവിടെ? അവിടെ. ചുമ്മാ കിടന്നുറങ്ങ. ഇല്ലടി താണ്ട് തന്നെ പോത്തില്ലേ? പോമോ? പോ. അച്ചായന് പോകണമെങ്കിൽ ആര് വേണം? അമ്മാമ്മ വേണം. മിക്കവാറും കഥ തുറന്ന് ആദ്യം ഇറങ്ങുന്ന അമ്മാമ്മയാ. അച്ചാൻ ഈ ഷോ കാണിക്കത്തേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, കട്ടിലേക്ക് എറിയുന്ന പാമ്പിനെ തല്ലുന്ന അച്ചായനെ അടിച്ചു വന്ന അമ്മാമ്മയാ. അല്ലടി തല്ല പുള്ളി ഷോ കാണിക്കെങ്കിലും പലപ്പോഴും അടിക്കണേ ആര് വേണം? അമ്മാമ്മ വേണം. അപ്പം അമ്മാമ്മ എൻ്റെ ആരാ? ശക്തിയാണ്. അതൊരു സത്യമാണ്. ഇവളെൻ്റെ ആരാ? അസ്ഥിയാണ്. അപ്പം തന്നെ പറയുന്നു ഇവളെൻ്റെ ആരാ? മാംസവും. അതും സത്യമാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുക മേശപ്പുറത്ത്. ഞാനാ കണ്ടേ എളിയവൻ. എന്താണെന്നറിയാമോ? അച്ഛൻ എഴുതി വെച്ചിട്ട് പോയേക്കുക. അമ്മമ്മ കണ്ടില്ല. ഞാൻ പോവാ, ഇനി വരത്തില്ല, വെട. അയ്യോ പറഞ്ഞു വെച്ചി. ഞാൻ ആൻറ്റിയെ വിളിച്ചു, ആൻറ്റി ഇത് കണ്ടോ? ആൻറ്റി അന്നേരം കാണുന്നേ. പാവ അടി പുറത്തുനിന്ന് കണ്ട് ഓടി വന്നു. കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, അച്ഛനിങ്ങ് വരും. ഞാൻ പറഞ്ഞു, വെട ഇല്ല.
സന്ധ്യയാകും വരും. അതെങ്ങനെ അറിയാം? അതെനിക്കറിയാം. ഞാൻ ചോദിച്ചു പ്രാർത്ഥിക്കണ്ട? ഇതിന് പ്രാർത്ഥിക്കണ്ട. പക്ഷെ പ്രാർത്ഥിക്കൊന്നും വേണ്ട, അച്ഛനെങ്ങും പോകത്തില്ല. പുള്ളിക്ക് രാത്രി ഇവിടെ വന്നേ എന്ത് ചെയ്യത്തുള്ളൂ? കിടക്കത്തുള്ളൂ. അതെന്താ? ബലഹീനതയാ. ഇവളെന്നെ എന്താക്കും? ബലഹീനയാക്കും. സത്യമല്ലേ? കണ്ണീരാണേലും വിരട്ടിയാണേലും കരഞ്ഞാണെങ്കിലും അവനെ എന്താക്കും? ബലഹീനാക്കും. ആദ്യം കരഞ്ഞു നോക്കും, ഒത്തില്ലെങ്കിൽ എന്ത് നോക്കും? വിരട്ടി നോക്കും. മനുഷ്യൻ ഞാൻ കാണിക്കും, ഞാൻ കണ്ടോ അവത്തേൽ വീടും. അപ്പോൾ ഒന്നീ സാമധാന ഭേദെണ്ണം അത് വെച്ച് ഇവളെൻ്റെ ആരാ? ബലഹീനതയാണ്. അസ്ഥിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ മനുഷ്യൻ. ആദ്യത്തെ പോയമ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവർ ഭയങ്കര ഹാർമണിയിലായിരുന്നു. ഹാർമണിയിലാകാൻ കാര്യം ദൈവത്തോട് എന്തായിരുന്നു? ഹാർമണിയായിരുന്നു. പക്ഷെ ദൈവത്തോടുള്ള ഹാർമണി പോകാൻ കാര്യം 3-ാം അധ്യായത്തിൽ സാത്താൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കഴിക്കരുന്ന് വാസ്തവമായിട്ട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മറുപടി എന്തായിരുന്നു? കഴിക്കരുന്ന് മാത്രമല്ല, തൊടുപോലും ചെയ്യരുന്ന. അല്ലേ? സന്തോഷമായിട്ടൊക്കെ ഇരിക്കണേ. ഈ കാണുന്ന പൊയ്യൊക്കെ ഉള്ളൂ, വലിയ മനക്കെട്ടിയില്ല. അതുകൊണ്ട് തുറിച്ച് നോക്കല്ലേ. ദയവായിട്ടൊരപേക്ഷ, കണ്ണുരുട്ടി കാണിക്കരുത്. സന്തോഷമായിട്ടിരിക്കണം. എന്നാലേ എനിക്കൊരു സന്തോഷം വരത്തുള്ളൂ. അതിനുള്ള ശക്തിയൊക്കെ ഉള്ളൂ. അപ്പം നോക്കണേ, ഈ സാത്താൻ വന്നിട്ട് ചോദിച്ചു, കഴിക്കരുന്ന് വാസ്തവം കൽപ്പിച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞു, കഴിക്കരുന്ന് മാത്രമല്ല, തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് പറഞ്ഞായിരുന്നോ? ഇല്ല. തുടരുന്ന് പറഞ്ഞോ? ഇല്ല. എന്തേ പറഞ്ഞുള്ളൂ? കഴിക്കരുതെന്ന് പറഞ്ഞോളൂ. ഇവൻ അതിവിശുദ്ധി അടിച്ച അവള്. എപ്പോഴും ഓർത്തോണം, ഈ അതിവിശുദ്ധി അടിക്കുന്നവർ അപകടകാരികളാണ്. അവർ സഭയെ വന്ന സഭ മുമ്പോട്ട് പോത്തില്ല. അതിവിശുദ്ധിയും പാപമാ, അപകടമാ, അതിവിനയവും പാപമാണ്. ചില നമ്മളെ കാണുമ്പോഴത്തേനും അങ്ങ് വീഴും. പാസ്റ്റർ എന്ന് പറഞ്ഞോണ്ട് എൻ്റെ അപ്പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ കുനിയുമ്പോൾ ഓർത്തോണം കാലേ വാരാനാ. ഒത്തിരി വിനയം കാണിച്ചാൽ എപ്പം വാരിയെന്ന് ഓർത്താൽ മതി. മര്യാദയ്ക്കങ്ങ് പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകാം. അതിവിശുദ്ധി അപകട. അല്ലെങ്കിൽ ചോദിച്ചു നോക്കാം, മാറ്റി മാറ്റി ചോദിച്ചു, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. അതിവിശുദ്ധി പറയുന്നവർ എത്ര നാൾ ഓടും? പാടാ. അതിവിനയവും പാടല്ലേ? രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു മാർഗമുണ്ട്. പറഞ്ഞു തുടരുന്ന പോലും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേ പറഞ്ഞു, അങ്ങനെയല്ല, തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ആരെ പോലെ ആകും. ഈ സാത്താൻ്റെ വലിയൊരു അപകടമാണ്. കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കും. കള്ളം പറഞ്ഞ് എന്തു ചെയ്യും? വിശ്വസിപ്പിക്കും. ഇപ്പോഴത്തെ ഈ പിള്ളേരൊക്കെ ലഹരിയുടെ ലോകത്തേക്ക് പോവുക. കള്ളം പറഞ്ഞാൽ വിശ്വസിപ്പിക്കുന്നത്. ഇതിനകത്തൊരു സത്യവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പരീക്ഷയുടെ തലേദിവസം ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഈ കൂട്ടുകാരൻ പറയുന്നത്, ഈ സാധനം ഒന്ന് എടുത്തു ഇന്ന് പിടിപ്പിച്ചാൽ മതി, ഇന്ന ഉറക്കമൊന്നും വരത്തില്ല, കണ്ണു പറഞ്ഞിരിക്കും. ശരിയാ, 3 ദിവസം കറങ്ങി കിളി പോയി ഇരുന്ന് കളയും. ചെയ്യുന്ന കാര്യം ഭയങ്കരമായിട്ട് ചെയ്യാവുന്ന, അതും സത്യമാണ്. എനിക്കറിയാവുന്നൊരു കൊച്ചൻ ഞങ്ങളുടെ നാട്ടിലെ കോളേജിൻ്റെ ഒരു ഗ്രൗണ്ടിൽ പോച്ചയൊക്കെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടുണ്ട്, നമ്മളൊക്കെ അവിടെ പോയി ഇരുന്നാ. അപ്പോൾ ഞാൻ കേട്ട ഒരു സംഭവത്തിൽ കേട്ടത്, ഇവനൊരു വലിയ വീട്ടിലെ കൊച്ചനാ, ഒരു പോച്ചയെ പിടിച്ചുകൊണ്ട് ഒരു സാധനം വലിച്ചു. എന്തോ ചെയ്യാനാ? ആ തോട്ടത്തിലെ മുഴുവൻ പോച്ചയും കുന്ന് 1, കുന്ന് 2, കുന്ന് 3 പറഞ്ഞുകൊണ്ട് പറിച്ചു കൂട്ടി. ഏതായാലും ബോധം പോയപ്പം കെട്ടുകണക്കിന് പോച്ച അതോടുകൂടി ഫ്ലാറ്റായി. അപ്പോൾ ഏത് കാര്യം ചെയ്യുന്നു അത് ചെയ്യാനുള്ള ശക്തി കിട്ടുമെന്ന. അപ്പം കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? സാത്താനുണ്ട്. ആ വഞ്ചനയിൽ നമ്മൾ പലപ്പോഴും ഈ സാധനം മേടിക്കുന്ന എല്ലാം എന്ത് കണ്ട? അഡ്വർടൈസ്മെൻറ്റ് കണ്ട വല്ല ഗുണമുണ്ടോ? ഇല്ല. ഇപ്പം വണ്ണം കുറയുന്നു, വണ്ണം കുറയും, കിഡ്നിയുടെ പോവും. വണ്ണം കുറയാൻ കഴിക്കുന്നത് പലതും എന്ത് കുളയും? കിഡ്നി കളയും, അല്ലെ അസുഖം വരും. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് വണ്ണം കുറയാൻ മരുന്ന് കഴിച്ച് മരിച്ചുപോയി, ഇമ്മ്യൂണിറ്റി പവർ പോയി. അപ്പം നോക്കണേ, കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? സാത്താനുണ്ട്. ആ കള്ളത്തിൽ ഇവർ വീണു. അതാണ് പാപം. എന്താ? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു ചെയ്ത മനുഷ്യൻ സ്വാതന്ത്ര്യ ലംഘനം നടത്തി അവൻ്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തപ്പോൾ പാപികളായി മാറി. പാപത്തോടുകൂടി ദൈവത്തോടുള്ള എന്ത് പോയി? സമാധാനം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഭയമെന്നൊരു വാക്ക് അവിടെ വന്നു. ആദാം പോയി ഒളിച്ചിരുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിന്നെ ഭയന്നു. ഭയം. ആ ഭയം ഉണ്ടാകുന്നത് പാപത്തിന് ശേഷമാണ് എന്ന് നമുക്കറിയാം. ഫോബിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഭയങ്കര മിടുക്കരെ പോലും നമ്മൾ വിചിത്രമായ ഭയങ്ങളാണ് നമ്മൾ കാണുന്നത്. പേടിച്ചു പോകുന്ന, കുളിക്കാൻ വെള്ളം കണ്ട പേടിയുള്ളവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വർഷങ്ങളായി കുളിക്കാത്തവരെ എനിക്കറിയാം. 1-2 ദിവസമല്ല, വർഷങ്ങൾ. വെള്ളം ദേഹത്ത് വീഴുന്ന പേടിയാണ്. മുഴുവൻ ക്രീമേലാണ് പോകുന്നത്. മുഴുവൻ വിചിത്രമായി ഭയം.
ചിലർക്കോ പെണ്ണ് കെട്ടാൻ പേടിയാ, കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ പിള്ളേർ പല്ലും എന്ത് വേണ്ടെന്ന് പറയുന്നേ. കല്യാണം വേണ്ട, ഒരു ഭയമാ, കല്യാണം കഴിക്കാനുള്ള ഭയം. ഗൂഗിളൊക്കെ നോക്കുന്നവരെ പ്രസവിക്കാൻ പേടിയുള്ളവരുണ്ട്, അതുകൊണ്ടാണ് മക്കൾ വേണ്ടാന്ന് പറയുക. വണ്ടി അപകടം പേടിക്കുന്നവരുണ്ട്, റോഡിൽ വണ്ടി ഇറങ്ങിയാൽ ഇടിക്കും. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് തുറന്ന സ്ഥലത്തൂടെ നടന്നാൽ പേടിയായിരുന്നു, ഗ്രൗണ്ടിൽ. അപ്പോൾ ഇങ്ങനെ ഭയങ്ങൾ ഭയങ്കര വിചിത്രങ്ങളാണ്. പക്ഷേ ഈ ഭയങ്ങൾ ഉണ്ടാകാൻ കാര്യം ആരിൽ നകന്നപ്പോഴാണ്? ദൈവത്തിൽ നകന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സകല സമാധാനക്കേടിൻ്റെ കാരണം ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഒറ്റ കാര്യമാണ്, പാപം. സിൻ ഓഫ് ഒമിഷൻ, സിൻ ഓഫ് കമ്മീഷൻ. ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്ത പാപം. ഈ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നുള്ള സമാധാനം കളഞ്ഞു, ദൈവത്തോടുള്ള സമാധാനം പോയി. അതുകൊണ്ട് ഓർത്തോണേ, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റും. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റും. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ക്രിസ്തുവിൻ്റെ സമാധാനം, ക്രൂശിൻ്റെ സമാധാനം, ക്രൂശിലൂടെയുള്ള നിരപ്പ്. അവിടെ പാപബോധം ഉണ്ടാകും. രണ്ട് ബോധങ്ങളാണ് മനുഷ്യർക്കുണ്ടാകുക, ഒന്ന് കുറ്റബോധം, മറ്റൊന്ന് പാപബോധം. പത്രോസിനുണ്ടായത് പാപബോധമാണ്. പത്രോസ് എന്ത് ചെയ്തു? പോയി പൊട്ടി കരഞ്ഞു, അല്ലേ? പരനെ തള്ളിക്കളഞ്ഞ പത്രോസധീരാവിലെ സമയേ പെരുതാ ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുതാ ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പരനെ തള്ളിക്കളഞ്ഞ പത്രോസധീരാവിലെ സമയേ പെരുതാ ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ പത്രോസിനുണ്ടായത് പാപബോധമാണ്. പാപബോധം കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലും, അനുരഞ്ജനം ഉണ്ടാക്കും. എങ്ങനെ? അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാഹ രക്തം, പ്രിയരെ, ആ രക്തത്തിലാണ് പാപമോചനം ഉള്ളത്. എന്നാൽ യൂദായിക്കുണ്ടായത് പാപബോധമല്ല, കുറ്റബോധമാണ്. കുറ്റബോധം യൂദായെ ആത്മഹത്യയെ കൊണ്ടുപോയി. ആത്മഹത്യ ചെയ്യുന്ന പലരും കുറ്റബോധത്തിലാണ്. ഈ കടം വരുത്തി വെച്ചത് ഞാനാ, ഈ തകർച്ചയ്ക്ക് കാരണം ഞാനാ, ഞാനില്ലാതായാൽ അവിടം കൊണ്ട് തീരുകയാണ്. ഒറ്റ ചിന്ത, കുറ്റബോധമാണ്. യൂദായിക്കുണ്ടായത് കുറ്റബോധം. പക്ഷെ പത്രോസിനുണ്ടായത് എന്താ? പാപബോധം. അത് അനുതാപത്തിലേക്ക് കൊണ്ടുവരും. കരഞ്ഞുകൊണ്ട്, ദൈവമേ, വലിയ നിലവിളിയോടെ കർത്താവിൻ്റെ സന്ധിയിൽ പാപങ്ങൾ ഓർത്ത് കരയുന്ന എത്രയോ വ്യക്തികളെ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പൊതുവെ അത് കാണാറില്ല. കരഞ്ഞുകൊണ്ടല്ല രക്ഷിക്കപ്പെടുക, തുള്ളിച്ചാടിയാൽ രക്ഷിക്കപ്പെടുക. ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞു, എല്ലാം നോർമലല്ല ഇന്ന്. നോർമൽ ബർത്ത് കുറവാണ്, സിസേറിയനാ. മാനസാന്തരം പോലും സിസേറിയൻ ആയതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെടാതെ തുള്ളിച്ചാടി രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ രക്ഷാനുഭവത്തിൽ പോലും കണ്ണീരില്ലാത്തതിൻ്റെ ഒരു ലോകത്തിലേക്ക് വരുമ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ സന്ധി വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്ധിയിൽ നിരപ്പാകുമ്പോൾ നമുക്ക് ദൈവത്തോട് എന്തുണ്ടാകും? ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് ലംഘനം മറച്ചും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം നോക്കൂ, പാപങ്ങളെ ഏറ്റുപറയണം. പ്രിയരെ, ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറയണം. പാപം ചെറുതാകട്ടെ വലുതാകട്ടെ, പാപങ്ങളുടെ ആവർത്തനം മനസാക്ഷിയെ നിർവീര്യമാക്കും. മനസാക്ഷി സജീവമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മനസാക്ഷി പ്രവർത്തിക്കും. നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുമ്പോൾ മനസാക്ഷി സജീവമാകുമ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെ, പാപത്തിൻ്റെ ആവർത്തനം മനസാക്ഷിയെ നിർവീര്യമാക്കും. അതുകൊണ്ട് മനസാക്ഷി കഠിനപ്പെടുന്നതിന് മുമ്പ് ദൈവാത്മാവിനോട് പ്രതികരിക്കണം. ദൈവാത്മാവിനോട് പ്രതികരിക്കണം. പ്രതികരിച്ച് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുരഞ്ജനപ്പെടണം. അങ്ങനെ അനുരഞ്ജനപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തോട് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. അതാണ് സമാധാനത്തിൻ്റെ ഒന്നാമത്തെ തലം. ദൈവത്തോട് സമാധാനം കളയുന്നത് എപ്പോഴും എന്താണ്?
പാപമാണ്. പാപമേറ്റ് പറയുമ്പോൾ ദൈവത്തോട് സമാധാനം. ദൈവത്തോട് സമാധാനം ഉണ്ടായാൽ രണ്ടാമത്തെ ഒരു തലം വരും. 2-3 തലങ്ങൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് നമുക്ക് നമ്മോട് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. മനുഷ്യരുടെ ഒരു പ്രശ്നം, അവർക്ക് പലർക്കും അവരവരോട് എന്തില്ല? സമാധാനമില്ലാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടി, വെളുത്ത് നല്ല സുന്ദരിയായ കുട്ടിയുടെ ടിപ്പിക്കൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണാടി നോക്കിയാൽ അവൾ കണ്ണാടി ഇടിച്ചു പൊട്ടിക്കും. എന്നെ കാണാൻ കൊള്ളത്തില്ല. എന്നാൽ ഞാൻ ചോദിച്ചു, കുട്ടി നീ നല്ല വെളുത്ത സുന്ദരിയായൊരു കുട്ടിയല്ലേ, നിനക്ക് ആരാ പറഞ്ഞു എന്നെ കൊള്ളത്തില്ലെന്ന്? അയ്യേ, വെളുത്തായിരിക്കുന്ന ഇച്ചിരി ഇരുനിറം വേണമായിരുന്നു. അവൾക്ക് വെളുത്തതാ പ്രശ്നം. കണ്ണാടി ഇടിച്ചു പൊട്ടിക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണാടി നോക്കിയിട്ട് ഒറ്റക്ക് അറിയാം അവൾക്ക് അവരോടെന്തോ ഇല്ല, സമാധാനമില്ല. ഈ പലപ്പോഴും നമ്മുടെ ഈ സമാധാനം കളയുന്നത് മനുഷ്യ വാക്കുകളിലൂടെയാണ്. മനുഷ്യർ കൊച്ചിലെ പറയുന്നതൊക്കെ നമ്മുടെ അകത്ത് കയറും. നല്ല ഈ ഒരേ വീട്ടിൽ തന്നെ മൂത്തത് ചിലപ്പോൾ സുന്ദരിയായിരിക്കും, ഇളയത് എന്താകും? കറുത്താകും. സുന്ദരിക്കുട്ടി എല്ലാവരും വിളിക്കും എൻ്റെ പൊന്നും സുന്ദരിക്കുട്ടിയെ, ചക്കരമുത്തേ. മറ്റേത് കറുത്തായിരിക്കും, കറുത്തേനെ വിളിക്കും ഞങ്ങളുടെ ബ്ലാക്കി മോളെ, ഞങ്ങളുടെ കറമ്പിക്കുട്ടോ. അപ്പോൾ അവൾക്കൊരു ചിന്തയുണ്ടാകും, ഞാനാരാ? കറുത്തതാ. എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ച് ചെറുപ്പത്തിലല്ല, വലുതായി കഴിഞ്ഞപ്പോൾ വലുതായി അവൾ ഫിലോസഫിയൊക്കെ കഴിഞ്ഞ് വന്നൊരു കൊച്ച. ഞാനും അവളും കൂടെ വലിയ കൂട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ്, എടാ ഞാനിങ്ങനെ കറുത്ത് പോയത് എങ്ങനെയാന്ന് നിനക്കറിയാം? ഇല്ലടി. എങ്ങനെയാടി? മൂത്തത് 2 സുന്ദരിമാരാടാ. ആണ്. എടാ എന്താ ചെയ്യാനാ? മൂത്തതിനെ 2നെ എൻ്റെ അമ്മ സായിപ്പിൻ്റെ ആശുപത്രിയിലാടാ പ്രസവിച്ചത്. എന്തോ ചെയ്യാനാടാ? ഗതികെട്ട്. എൻ്റെ പ്രസവമായപ്പോൾ അമ്മ പുഷ്പകരി കൊണ്ട് എന്ത് ചെയ്തു? പ്രസവിച്ചു. അതുകൊണ്ടാടാ ഞാൻ കറുത്തുപോയി. അപ്പം കറുത്തതോ വെളുത്തതോ ഇങ്ങനെ നമ്മുടെ അകത്ത് കിടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളോടുള്ള എന്ത് പോകും? സമാധാനം കളയാം അല്ലേ? അപ്പോൾ സമാധാനം പല നിലകളിൽ തകർക്കപ്പെടാം. അത് അകത്ത് സത്യങ്ങളായി കിടക്കും. ദൈവത്തോട് രഞ്ജനപ്പെടുമ്പോഴാണ് ഈ അസത്യങ്ങൾ പുറത്തു പോകുന്നത്. അസത്യങ്ങൾ പുറത്തു പോകുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണാൻ തുടങ്ങും. നമ്മളെല്ലാവരും തന്നെ നമ്മളെ കണ്ടത് ആരുടെ കണ്ണിൽ കൂടാ? നമ്മളുടെ കണ്ണിൽ കൂടല്ല, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കണ്ണിൽ കൂടാണ് കാണുക. നല്ലപോലെ പഠിക്കുന്ന ചെറുക്ക പിള്ളേരെക്കുറിച്ച് അച്ചായൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, പാസ്റ്റർ വന്നപ്പം, പാസ്റ്ററെ എനിക്ക് ഒരു പ്രശ്നമില്ല ഇവനെ കൊണ്ട്. എന്തോരം നല്ല ചെറുക്കനാണെന്നറിയാമോ? സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഷർട്ട് ഊരിയിടും, ഹാങ്ങറയിടും, ചൈയെല്ലാം ഊരി വെക്കും. പിന്നെ അവനൊന്ന് തിരിച്ച് കരഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ടിരുന്ന് പഠിച്ചോളും. നമുക്കൊരു ഭാരവും ഇല്ല. ഇവനുണ്ടല്ലോ ഈ മുത്തല, ഇവന് ഭൂതം. ഇവനാണെങ്കിൽ ഇവൻ അപ്പോളെ ഇവൻ്റെ അകത്തൊരു കാര്യം കയറും, എൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ഒരു കുഴപ്പമില്ല അവർക്ക്, ഈ പറയുന്നവർക്കാ ഭൂതം. അവനൊരു ഭൂതവും ഇല്ല. ചിലപ്പോൾ ഇവനെ കൊണ്ട് ഇരുത്തിയാൽ ഇവൻ താഴെ വീഴുകയൊക്കെ ചെയ്യും. ഇവന് ഭൂതം ഉണ്ടായിട്ടല്ല കേട്ടോ, ചുമ്മാ കണ്ട് പേടിക്കരുത്. എല്ലാം ഭൂതം അല്ല, ഭൂതം ഇല്ലെന്നല്ല, എല്ലാം ഭൂതം അല്ല. മനഃശാസ്ത്രത്തിൽ ഇവൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കള്ളം, ഇവൻ്റെ അകത്ത് ആരുണ്ട്? ഭൂതമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇവനെ കൊണ്ടാണ് എനിക്ക് ഒരു അക്ഷരം പഠിക്കത്തില്ല, ഒരക്ഷരം മൊണ്ണ. അപ്പോൾ അവൻ്റെ അകത്തൊരു ചിന്ത കയറും, ഞാൻ ആരാ? മൊണ്ണയാ. അപ്പോൾ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ ഓർക്കണേ, മനുഷ്യർ പറഞ്ഞ വാക്കുകളിലൂടെ അത് സത്യങ്ങളായി നമ്മുടെ അകത്ത് കിടക്കാം. ഇതെല്ലാം മാറ്റുന്നത് നമ്മൾ മനുഷ്യരുടെ വാക്കുകളിലൂടെ നമ്മെ കാണുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് കർത്താവിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ പ്രിയനും മാന്യനുമായി കണ്ടിരിക്കുക. പുഴുവായി യാക്കോബ് ഇസ്രായേൽ പരിശയെ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതുമായ ഇരുമ്പ് മെതിവണ്ടിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണിൽ കൂടെ നമ്മളെ കാണുമ്പോഴാണ് നമുക്കൊരു ബോധ്യം ഉണ്ടാകുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തിന്മയ്ക്കല്ല, നന്മയ്ക്ക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു സമാധാനം. പലരും പറഞ്ഞു വന്ന കള്ളങ്ങൾ അകത്ത് കിടക്കട്ടെ, അത് കള്ളമാകട്ടെ, ഒരു പക്ഷേ അവർക്കുണ്ടാകുന്ന സത്യങ്ങളാകട്ടെ, അതിനപ്പുറത്തൊരു സത്യമുണ്ടെന്നുള്ള കാഴ്ച കിട്ടുന്നത് ദൈവത്തോടുള്ള സമാധാനം ഉണ്ടാകുമ്പോൾ. മനുഷ്യവാക്കുകളിൽ കൂടെ അകത്ത് കയറിക്കൂടി കള്ളങ്ങളായി ബന്ധിക്കപ്പെട്ട് സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്ന് ജീവിതത്തിൽ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ട എത്രയോ പേർ ഇന്നുമുണ്ട്. ഒരു കാര്യം ഓർത്തോണം, അതിനെ രക്ഷിക്കാൻ, അതിൽ നിന്ന് മോചനം പറയുവാൻ
ഒറ്റ സത്യം, അകത്ത് കയറണം. നീ എൻ്റേതാണെന്നുള്ള സത്യം. ആരുടേതാ? കർത്താവ് പറയും, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് പ്രിയനാ, നീ എനിക്കുള്ളവനാ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എത്രയോ വർഷങ്ങളായി ഇവിടെ മനുഷ്യൻ ജനിക്കുന്നു, മരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 2024 ഈ സമയങ്ങൾ ജീവിക്കത്തക്കവണ്ണം ഈ തലമുറയിൽ നമ്മൾ ജനിച്ചത് ആകസ്മികമല്ല, ദൈവത്തിൻ്റെ നിത്യപദ്ധതി പ്രകാരമാണ്. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മക്കളും ജനിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. പക്ഷേ ഇന്ന് മക്കൾ ജനിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒത്തിരി പേരുണ്ട്. മക്കൾ ദൈവത്തിൻ്റെതാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അല്ലേ? മക്കൾ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. ക്രൈസ്തവരറിയണം, മക്കൾ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. ഇനിയും വന്നാലും ഒന്നു മതിയെന്ന് വാശി പിടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് പ്രസവിക്കണ്ട, ഇനി ആയാലും ഒന്നേ ആകാവൂ, അങ്ങനെയുള്ള ഒരുത്തനെയും കൊണ്ട് കല്യാണം ആലോചിക്കാവൂ. ഞാൻ ചോദിച്ചു, നീ എത്രാമത്തെയാ? ഞാൻ 3-മത്തെയാ. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, നിൻ്റെ അമ്മ ഒന്ന് പറഞ്ഞപ്പം മതിയെന്ന് പറഞ്ഞാൽ നീ കാണുമോ? ഇല്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഈ ദേശത്തുള്ളവരോട് 2-മത്തെ മക്കളൊന്ന് കൈവക്കാമോ? പ്രായമല്ല ചോദിച്ചത്, ഞാൻ വീട്ടിൽ 2-മത്തേതാണെന്നുള്ളവരൊന്ന് കൈവക്കാമോ? സ്തോത്രം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൈ താത്തിട്ടെ. 3-മത്തെ മക്കളൊന്ന് കൈവക്കിക്കേ. ദൈവം അനുഗ്രഹിക്കട്ടെ. താത്തിട്ടെ. 4-മത്തെ മക്കൾ സ്തോത്രം. 5-മത്തെ മക്കൾ സ്തോത്രം. 6-മത്തെ മക്കൾ സ്തോത്രം. അവർക്കല്ല, അവരുടെ അമ്മയ്ക്ക്. 6-മത്തെ മക്കൾ. 7-മത്തെ മക്കൾ കൈ ശരിക്കും പൊക്കച്ചാ കാണട്ടെ. 7-മത്തെ മക്കൾ ഒത്തിരി പേരുണ്ട്. 8-മത്തെ മക്കൾ ഉണ്ട്. കാണണേ, കാണ് കണ്ണ് തുറന്ന് പിള്ളേരെല്ലാം കാണ്. 8-മത്തെ മക്കൾ നിങ്ങൾ കാണാൻ വേണ്ടി കാണിച്ചാ. 8-മത്തെ. 9-മത്തെ ഉണ്ടോ? 9 ഇല്ല. 10 ഇല്ല. ഞാൻ 14 വരെ കണ്ടു കേട്ടോ. 14-മത്തെ മക്കളെ വരെ കണ്ടു. അപ്പോൾ 8 വരെ ഇവിടെ ഉണ്ട്. 10, 11, 12 ഇല്ല. ഓക്കെ, 8. എന്നാലും 8 മക്കളെ പ്രസവിച്ചില്ലേ? ചെറിയ കാര്യമാണ്. ഒറ്റ കാര്യം കൊണ്ടാണ്. ഈ മക്കൾ ആരുടേതാണെന്ന് അറിയായിരുന്നു? ദൈവത്തിൻ്റെ ആണെന്ന് അറിയായിരുന്നു. അതിന് ദൈവത്തോട് സമാധാനമുണ്ട്. എന്തിനാണ് ദൈവത്തോട് മക്കളെ ചോദിച്ചു വാങ്ങിയത്? ഒറ്റ കാര്യം കൊണ്ടാണ്. ജനിക്കപ്പെടാത്ത ഒരു കുഞ്ഞ് ജനിച്ചില്ല. ആ ജനിക്കപ്പെടാത്ത കുഞ്ഞ് നിത്യതയെ കാണുമോ? ജനിച്ചില്ല ഒരു കുഞ്ഞ്. കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവിൻ, അവരെ എന്ത് ചെയ്യരുത്? തടയരുത്. ജനിക്കപ്പെടാത്തൊരു കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? ഇല്ല. എന്നാൽ കുഞ്ഞു ജനിച്ചു, അബോട്ടായി പോയി, സ്വർഗത്തിൽ കാണുമോ? കാണും. സംശയമുണ്ടോ? ഇല്ല. കുഞ്ഞ് ജനിച്ചു, ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി, നിത്യതയെ കാണുമോ? കാണും. ആമേൻ പറയാമോ? ജനിക്കപ്പെടാതെ പോകുന്ന കുഞ്ഞ് എവിടെ ചെല്ലത്തില്ല? നിത്യതയിൽ. ചുരുക്കത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവം ഇന്നിൽ നമ്മളിലൂടെ ലഭിക്കാൻ സാധ്യതയുള്ള ഓരോ കുഞ്ഞും നിത്യതയ്ക്കുള്ളവരാണെന്നുള്ള തിരിച്ചറിവൂടെ ഉണ്ടാകണം. നിത്യതയിൽ നിന്ന് നിത്യതയിലേക്ക് യാത്രയിൽ ദൈവത്തോടൊപ്പം നമ്മൾ പങ്കുചേരുന്ന എന്തിനു വേണ്ടിയാണ്? ദൈവിക സമാധാനത്തിൽ മക്കളെ വളർത്താൻ വേണ്ടിയാണ്. അപ്പം നോക്കൂ, ദൈവിക സമാധാനം നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോഴായി ഭയങ്ങളൊക്കെ പുറത്തു പോകുന്നത്. ആ ഭയങ്ങൾ പുറത്തു പോകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ ആരെ കാണണം? നമ്മളെ കാണണം. ആമേൻ പറഞ്ഞേ. മനുഷ്യരുടെ കണ്ണിൽ കൂടെ കാണാമോ? പാടില്ല. ആരുടെ കണ്ണിൽ കൂടെ കാണണം? ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണണം. ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളിലൊരു സമാധാനം ഉണ്ടാകുക. തന്നിൽ സമാധാനമുള്ളവർക്കേ മറ്റുള്ളവരോട് എന്തുണ്ടാകത്തുള്ളൂ? സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഈ മനുഷ്യരുടെ പ്രശ്നം, മറ്റുള്ളവരോട് സമാധാനമില്ലാത്ത മനുഷ്യന് എവിടെ അപകടകാരിയായിരിക്കാം. റോഡിൽ അവർ വണ്ടിയും കൊണ്ടിറങ്ങി റെഡ് ലൈറ്റിൽ കിടക്കുമ്പോഴും പുറകിൽ ഓണടിക്കും. കണ്ടിട്ടുണ്ടോ? സിഗ്നലിൽ കിടക്കുമ്പോൾ ഓണടിക്കുന്നത് എന്തിനാ? ഇവരെല്ലാം അതിനായി കർത്താവ് ഇവരെല്ലാം UK വിട്ടേക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഓണടിക്കുക. അവിടെ ഓണടിച്ചാൽ അടി കിട്ടും. അവർക്ക് ഭയങ്കര മോശമാണ്. എന്തിനാ ഈ അവിടെ കിടന്നുകൊണ്ട് ഓണടിക്കുന്നേ? റെഡ് ലൈറ്റ്. ഇവൻ എന്തോ ഇല്ല, സമാധാനമില്ല. അവനോട് വഴക്കുണ്ടാക്കാൻ പോയാൽ നമുക്ക് തല്ല് കിട്ടും. ഒറ്റ കാര്യം പ്രാർത്ഥിക്കണം, ദൈവമേ അവന് ഇച്ചിരി എന്ത് കൊടുക്കണേ? സമാധാനം കൊടുക്കണേ. അപ്പം വണ്ടി ഓടിക്കണമെങ്കിൽ എന്തോ വേണം? സമാധാനം. ആരോട്? ദൈവത്തോട്. എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. സമാധാനമില്ലാത്ത ചിലർ, ഈ സഹോദരിമാർ തന്നെ അകത്ത്, സാധാരണ സഹോദരിമാരൊക്കെ പതുക്കെ പോ എന്ന് പറയുന്നവരാ. എന്നാൽ ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട്, ഇപ്പുറത്തിരുന്നുകൊണ്ട് അച്ചായനെ മൂപ്പിക്കുന്ന, കയറ്റിവിട്, അവനെ കയറ്റിവിടരുത് എന്ന് പറഞ്ഞ് കളം മൂപ്പിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. ഓർത്തോണേ, അവർക്ക് എന്തില്ല?
അവനങ്ങ് പൊക്കോട്ടെന്ന് വെച്ചാൽ പോരെ. നമ്മളിങ്ങനെ വണ്ടി ഒരാൾ കയറി വന്നു, ഒരു ലൈനിൽ കിടക്കുമ്പോൾ നമ്മൾ തൊട്ട് പുറകെ കിടക്കുക, അവൻ ഇങ്ങോട്ട് കയറിയാലേ അവിടുന്ന് വണ്ടി പോരത്തുള്ളൂ. ചിലരുണ്ട് ഇങ്ങനെ അവനെ ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, കയറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അവനെ കയറിപ്പോയ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷേ എന്തോ ഇല്ല, സമാധാനം ഇല്ലാത്തവനാണ് ഈ മുട്ടിച്ച് നിർത്തുന്നത്. കയറ്റിവിടത്തില്ല. ദൈവത്തോട് സമാധാനം ഉള്ളവൻ എന്തോ പറയും, പൊയ്ക്കൊള്ളാൻ പറയും. ഇപ്പം മനസ്സിലായല്ലോ ഉണ്ടോ ഇല്ലയോ ഉണ്ട്. അതാണ്. ഇനി നോക്കിക്കോ, നമ്മുടെ വീടുകളുടെ പ്രശ്നം പിള്ളേരെ പഠിപ്പിക്കുന്ന ആൻറ്റിമാരെല്ലാം ഇവിടെ ഉണ്ട്. ഈ പിള്ളേരെ പഠിപ്പിക്കലാണ് വലിയ പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ചേച്ചി MSc കാര്യത്തിയാണ്, പക്ഷേ CBSE വായിച്ചിട്ട് ഒന്നും തലേ കയറിയില്ല. നമ്മൾ വലിയ മിടുക്കരാന്നേലും ഇത് വായിച്ചിട്ട് എന്തോ കിട്ടുന്നില്ല, പിടി കിട്ടുന്നില്ല. പഠിപ്പിക്കാനിരിക്കുന്നു, അടി തുടങ്ങുന്നു, എന്തോ ഇല്ല, സമാധാനമില്ല. അമ്മച്ചി വന്ന് ഇടപെട്ടു, അടിച്ചാന്നോടി പഠിപ്പിക്കുന്നേ തുടങ്ങി. എൻ്റെ കൊച്ചിനെ എനിക്ക് അടിക്കാൻ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ ഇല്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു? കെട്ടിയവൻ്റെയും സമാധാനം പോയി, അമ്മച്ചിയുടെയും സമാധാനം പോയി, കൊച്ചിൻ്റെയും എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സമാധാനമായി. എന്താടാ? ഒറ്റ കൊച്ചുള്ളടാ. എന്നിട്ട് നമ്മൾ പഠിച്ച മലയാളം മീഡിയം ഇല്ലടാ, അവിടെ കൊണ്ട് ചേർത്തടാ. എന്നടാ എന്നും പഠിപ്പിക്കാൻ ഇരുത്തും. എന്നിട്ടുമ്പോൾ അവൾക്ക് പഠിക്കത്തില്ല, ഞാനതിനെ അടിക്കും, അവൾ കയറി ഇടപെടും, പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയാവും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, മലയാളം മീഡിയത്തില്ല. സമാധാനം ഉണ്ടടാ, സമാധാനം. സമാധാനത്തോട് നിങ്ങളുടെ കൂടെ ഇരുന്ന് 2 അക്ഷരം പറഞ്ഞു കൊടുക്കണേ. എന്താ വേണം? ആർക്ക്? അമ്മയ്ക്ക്. അമ്മയുടെ സമാധാനം പോയാൽ ആളുടെ പോവും, ചാൻ്റെ പോവും, പോത്തില്ലേ? പോവും. അപ്പം ജീവിതത്തിൽ നല്ലൊരു ഭർത്താവാകണമെങ്കിൽ എന്തോ വേണം? സമാധാനം വേണം. ഈ വൃത്തിയുള്ള ഭർത്താക്കന്മാരുണ്ട്, പേടിക്കണ്ട. ഇച്ചിരി വൃത്തിയില്ലാത്തതിനെ കിട്ടത്തുള്ളൂ. വൃത്തി കൂടിയ എല്ലാവനും കിട്ടുന്ന ആരെയായിരിക്കും? വൃത്തിയില്ലാത്തതായിരിക്കും. അനുഭവമാണോ? ഇനി അവർക്ക് 2 പേരും വൃത്തിയാണെങ്കിൽ ജനിക്കുന്നതിനെന്തോ കാണത്തില്ല, വൃത്തി കാണത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇങ്ങനെ അടുക്കി പറക്കി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്തോ വേണം? സമാധാനം വേണം. വേണ്ടേ? ഭയങ്കര വൃത്തിയുള്ളൊരു അച്ചായൻ. വൃത്തിയുള്ളവരൊക്കെ ഓർത്തോണേ. ഈയിടയ്ക്ക് ഞാൻ കേട്ട ഒരു കഥയുണ്ട്. ഭയങ്കര വൃത്തിയുള്ള ഒരു മോന്, അവൻ്റെ അപ്പനും ഭയങ്കര വൃത്തിക്കാരൻ, വലിയ ഉദ്യോഗസ്ഥരാ. കല്യാണം കഴിഞ്ഞ് നേരെ വന്ന് കയറിയപ്പം ആദ്യം കയറി ഡ്രസ്സ് മാറാൻ വീട്ടിൽ വന്ന്, അപ്പോൾ അവൻ്റെ മുറിയിലോട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടി ഗൗണും എല്ലാം കൂടെ ഊരി പറിച്ച് അവൻ്റെ കട്ടിലിട്ടേക്ക്. എന്നിട്ട് അവൾ അടുത്ത ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി. അടുത്ത ഡ്രസ്സ് മാറി ഫോട്ടോയ്ക്ക് പോകണ്ടേ. ഭയങ്കര വൃത്തിക്കാരൻ. അവൻ ഡ്രസ്സൊന്നും അങ്ങനെ ഇടത്തില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് ഇംഗ്ലീഷിലൊരു ചീത്ത വിളിച്ചത് പെണ്ണ് കേട്ട് അപ്പോഴേ അവൾ ടാക്സി പിടിച്ച് വീട്ടിൽ പോയി. ഡിവോഴ്സായി. സെയിം ഡേയിൽ ചീത്ത വിളിച്ച്. അതുകൊണ്ട് കയറി വിളിക്കല്ലേ, ഇത് പോത്തില്ല. പണ്ടത്തെ ടൈപ്പൊന്നും അല്ല. എന്നാ കാര്യം എന്നറിയാം, അങ്ങനെ അതും ഓർക്കണം. പണ്ടത്തെ ഒക്കെ ആണെങ്കിൽ ചീത്ത വിളി കേട്ടാൽ നമ്മുടെ വിധിയാന്നൊക്കെ പറയായിരുന്നു. ഇപ്പം വിധിയാന്ന് പറയുമോ? ഇല്ല. നിങ്ങൾ മാറ്റങ്ങൾ മനസ്സിലാക്കണേ. ഒരു 10 വർഷം മുമ്പ് ഡിവോഴ്സ് കുറവായിരുന്നു. ഇനി ഡിവോഴ്സ് ഉണ്ടെങ്കിലും ആൺകുട്ടികളൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞാലും കൂടുതലും കല്യാണം രഞ്ജിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്നത് പെൺകുട്ടികളും അവരുടെ വീട്ടുകാരുമായിരുന്നു. സത്യമാണോ? ഞാൻ എത്ര പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ കെട്ടിയന്മാരെ മദ്യാസക്തി ചികിത്സയെ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം ധ്യാനത്തിന്, മദ്യചികിത്സയ്ക്ക്, അങ്ങനെയുള്ളിടത്ത് പിടിച്ചു കെട്ടി. അവർ പറഞ്ഞിട്ടാ രക്ഷപ്പെടണം, കുടിച്ചില്ലേ ഇങ്ങനെ വേറും പാവമാ. പക്ഷേ അടുത്തിടയ്ക്കുണ്ടായ ഒരു മാറ്റങ്ങളുണ്ട്. കോവിഡ് ഒരു 10 വർഷത്തിന് ശേഷമുള്ള മാറ്റമാണ്. ഇപ്പം ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഡിവോഴ്സിന് മുൻകൈ എടുക്കുന്നേ? പെൺകുട്ടികളാ. സത്യം കണക്കാ കേട്ടോ, കണക്കുകളാ. നോക്കിക്കോ. ആരുടെയെങ്കിലും ഫാമിലി കോർട്ടിൽ വർക്ക് ചെയ്യുന്ന വക്കീലന്മാരോട് പോയി ചോദിച്ചോ, അല്ല കൗൺസിൽ. കൂടുതലും ആര് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു? പെൺകുട്ടികൾ. ഇതിനൊരു മാറ്റമുണ്ട്. പെൺകുട്ടികൾ ഇപ്പം ഭയങ്കര മോഡേണാണ്, ആക്റ്റീവാണ്, നല്ല കഴിവാണ്. ചെറിയ തെളിവ് പറയാം, ശ്രദ്ധിച്ചാൽ മതി. ആൺകുട്ടികളിപ്പോൾ അല്ലേ ഇപ്പോൾ ഈ ട്രൗസർ ഇട്ടുകൊണ്ട്, ആണും പെണ്ണും എല്ലാം ഈ നിക്കർ ഇട്ടുകൊണ്ടാണ് നടക്കുക. ട്രൗസർ അല്ലേ? ആൺകുട്ടികളുടെ നിക്കറിന് എന്തോരം ഇറക്കം കാണും. ഫോർമലായിട്ടൊക്കെ നിക്കറിട്ടുണ്ട്, എന്തോരം ഇറക്കം കാണും. പറഞ്ഞോടോ, അവനൊരു ആൺകുട്ടിയല്ലേ. എവിടം വരെ? അവിടം വരെ. സമ്മതിച്ചേ? ഒന്ന് എഴുന്നേറ്റ് കാണിക്കാവും, ചമ്മലില്ലെങ്കിൽ. ഇതാണ്ട് എത്ര വരെ? മുട്ട് വരെ. കണ്ടല്ലോ, മോൻ അവിടെ തന്നെ നിന്നിട്ടെന്ന് പറയാം. പെൺപിള്ളാരുടെ നിക്കറിന് എവിടം വരെ ഇറക്കമുണ്ടെന്ന്. എവിടെ? അതിൻ്റെ സഭ്യത കൊണ്ടാണ് നീ അവിടെ കാണിച്ചേ. ശരിക്കും എവിടം വരെ കാണൂടാ, അറിയാം. ഇവിടം വരെയൊക്കെ കാണും. എന്നിട്ട് അത് വെച്ചുകൊണ്ട് കാലും വെച്ച് ഇരിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ചെന്നാൽ കാണും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് വെരി കോമൺ ഫോർ ദം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പെൺകുട്ടികൾ പണ്ട് അങ്ങനെ നിക്കറിട്ടുകൊണ്ട് വീട്ടിൽ നടക്കുന്നോ അച്ചായന്മാരിക്കുന്നിടത്തോ ചിന്തിക്കാൻ ഒക്കുമോ?
ഇല്ല. കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്കുണ്ടോ? പെണ്ണങ്ങാളും കാലുമേ കാലും വെച്ച് കെട്ടിയിരുന്ന ആരടിക്കും? അപ്പച്ചനല്ല, ആരടിക്കും? അമ്മച്ചി. ഇങ്ങനെ അതൊക്കെ പോയി. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോഡേണ. ഇനിയും വേറെ കാര്യം ചെയ്യും. പെൺപിള്ളേർ മിക്കവരും ബോബി ചെയ്ത് നല്ല ബോയ് കട്ടൊക്കെ അടിച്ച് നടക്കും. അവനോ മുടി വളർത്തി കെട്ടി വെച്ചേക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ മുടി എന്ത് ചെയ്തേക്കുക? കെട്ടി വെച്ചേക്കുക. ഇനിയും അടുത്തൊരു മാറ്റം ശ്രദ്ധിച്ചോ? ഇതൊക്കെ സമൂഹത്തിൽ നോക്കിയാൽ മതി. ആ പെൺപിള്ളേർക്ക് ആഭരണ ഭ്രമം സത്യത്തിൽ കൂടുകയാണോ കുറയുകയാണോ? കുറയുക. ഇതുപോലെ പണ്ടത്തെ പോലെ വളയൊക്കെ വലിച്ചിട്ടുകൊണ്ട് പെൺപിള്ളേർ നടക്കുമോ? ഇല്ല. മിക്കവർക്കും കാതയിലൊന്നും ഇല്ല. ഞാൻ ഇടയ്ക്കൊരു SFIക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു പെൺകുട്ടി പുരു പോലെ പ്രസംഗിക്കുന്നു. ഞാൻ നോക്കിയപ്പം കാതേലും ഇല്ല, കഴുത്തേലും ഇല്ല. ഞാൻ സത്യത്തിൽ ഓർത്ത് ബന്ധക്കോസാന്ന്. എന്തൊക്കെ പിള്ളേർക്ക് എങ്ങനെ വലിയ ഇനി ഇടുവാണെങ്കിൽ ഒരു ചെറിയ നൂല് മാലയും അതിൻ്റെ അറ്റത്തൊരു ഡയമണ്ട് ലോക്കറ്റുമാണ്. പക്ഷെ ആമ്പിള്ളേർ നോക്കിക്കേ, ഇവിടെ കുത്തി, ഇവിടെയും കുത്തി, ഇവിടെയും കുത്തി, കുത്താവുന്നിടത്തല്ല എന്ത് ചെയ്തു? കുത്തി. അവൾ മുടി ബോബി ചെയ്ത് ബുള്ളറ്റേ പോകുമ്പോൾ ഇവ മുടി കെട്ടി വെച്ച് ആക്റ്റീവായാൽ അവിടെ പുറകെ. അവനോടാണ് ഉപദേശിച്ച് പറയുന്നത്, അവളോട് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കും. അവൾ പറഞ്ഞു, വാടാ നമുക്ക് പോയിട്ട് വരാം, അവിടെ കറങ്ങാൻ പാടാ. അവളോടാ പറയുന്നത്, സാറ് അബ്രഹാമിനെ യജമാനെ എന്ന് വിളിച്ച്. ആരോടാ? ഈ പെണ്ണിനോടാ. വല്ലതും നടക്കുമോ? പാടാ. അപ്പോൾ ഓർത്തോണം, ചീത്ത വിളിക്കല്ലേ. അതിന് മുമ്പ് അവൾ വീട്ടിൽ പോവും. പിന്നെ കരഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് ന്യൂജന്നാ. എൻ്റെ പൊന്നു മക്കളെ, നല്ല ഭർത്താവായി ഇരിക്കണമെങ്കിൽ എന്തോ വേണം? സമാധാനം വേണം. സമാധാനം. നല്ല ഭാര്യയായിട്ടിരിക്കണേ എന്തോ വേണം? സമാധാനം വേണം. വേണ്ടേ? നല്ല അപ്പനും അമ്മയാകണേ എന്തോ വേണം? സമാധാനം. സർവോപരി നല്ലൊരു പാസ്റ്ററാകണേ എന്തോ വേണം? സമാധാനം ഇല്ലാത്തൊരു പാസ്റ്ററായ എന്തൊരു ഗതികേടാ. എല്ലാവരെയും ഒതുക്കുന്നത് പാസ്റ്ററാക്കിയാൽ മതി. ഇച്ചിരി ഞാൻ വലിയ കുടുംബത്തിലെയാണ് എന്നൊക്കെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നവരെ പറയുന്നവരൊക്കെ ചില സഭയെ കൊണ്ട് വിട്ടാൽ മതി. ഒറ്റ വർഷം കൊണ്ട് ഒതുങ്ങി റെഡിയാകും. അങ്ങനെയാണ്. കാരണം അവൻ കണ്ണാടി, അവൻ പറഞ്ഞ് ശരിയാണ്, ഒതുങ്ങി കൈ കൊടുക്കും. ഇല്ലടാക്കളെ, അട്ടത്തട അവനതറിയാം. കണ്ടോ? നല്ല ഒതുക്കി കൊടുക്കും. പഴയ പാട്ട് പാടിയ കുറ്റം പറയുന്നവരുണ്ട്, പുതിയ പാട്ട് പാടിയ കുറ്റം പറയുന്നവരുണ്ട്. ആർക്കും അറിയാൻ വയ്യാത്തൊരു പാട്ടും കൊണ്ട് വന്നേക്കുക. ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ അന്നേരം നമ്മുടെ കുറേ അമ്മാമ്മമാർ പറയും, അവർക്കൊരു എന്തോ ഇല്ല, ആത്മാവില്ല. ആത്മാവുള്ളത് വന്നാൽ അച്ചായന് ഇഷ്ടപ്പെടത്തില്ല. ഉമ്മാ ബഹളം അച്ഛ, ഈ പെണ്ണുങ്ങളായിട്ട് നമുക്ക് അവർക്ക് ഇത് വേണ്ട, ഇവർക്ക് അത് വേണ്ട. പാസ്റ്റർ എന്തോ ചെയ്യും? പാസ്റ്റർ ഒരു ദിവസം ശാന്തമാകും, ഒരു ദിവസം അഗ്രസീവാകും. കാരണം അതാണ് പാസ്റ്റർ. എല്ലാവരെയും കൊണ്ടുപോകണ്ടേ പാസ്റ്ററെ? വേണം. തോമാച്ചൻ രാവിലെ അച്ഛനെ കാണാൻ വന്നപ്പം തോമാച്ചൻ്റെ കഥയെല്ലാം കേട്ടിട്ട് അച്ഛൻ പതുക്കെ പറഞ്ഞു, തോമാച്ച നീ പറഞ്ഞത് ന്യായമായ ഒരു കാര്യമാണ്. ശരി. ഇച്ചിരി കഴിഞ്ഞപ്പം കറിയാച്ചൻ വന്നു, തോമാച്ചൻ്റെ കാര്യം പറഞ്ഞു, എല്ലാം കേട്ട് പറഞ്ഞു, കറിയാച്ച നീ പറഞ്ഞതിനകത്ത് നീതിയുണ്ട്. കൊച്ചമ്മ കേട്ടോണ്ട് വന്ന് അവനോട് ന്യായം പറഞ്ഞു, നിന്നോട് പറഞ്ഞു നീതിയാണെന്ന്. ഇതെന്തോ വർത്താനായി പറയുന്നേ? നീ പറഞ്ഞതാടി അതിൻ്റെ സത്യം. അതെങ്ങനെ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളല്ലോ. അതിനെന്തോ വേണം? സമാധാനം വേണം. അപ്പം മനുഷ്യർക്ക് ആവശ്യം എന്താ? സമാധാനമാണ്. എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കത്തുള്ളല്ലോ. ശാന്തമായ ഒരു ജീവിതം നയിക്കണോ? ദൈവത്തോട് എന്തോ വേണം? സമാധാനം. ആ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എപ്പോഴും എന്താ? പാപമാണ്. പാപമനുരഞ്ജനപ്പെടണം. അപ്പം നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുക, അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവൻ ഇപ്പം എനിക്കും നിനക്ക് ഒരുപോലെ. പ്രിയരെ, രക്ഷാനുഭവത്തിൽ വ്യക്തിത്വത്തിൽ മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്നലെ വരെ ഭയങ്കര ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് ചീത്ത വിളിച്ചാൽ മിണ്ടാതിരിക്കുന്നത് പൊട്ടനായതുകൊണ്ടല്ല, പേടിച്ചിട്ടുമല്ല, അകത്ത് ഭയങ്കര ഒരു സമാധാനം ഉള്ളത് കൊണ്ടാണ്. തിരിച്ച് പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? സമാധാനം ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിസ അടിച്ചു, UK വിസയും മേടിച്ചുകൊണ്ട് അച്ചായം വന്നിരിക്കുക. പോവാ, ടിക്കറ്റും കിട്ടി. പോകാൻ വന്ന് കടവിലിറങ്ങി നിന്നപ്പോൾ ആരണ്ടോട് യാത്ര പറയാൻ ചെന്നപ്പോൾ പഴയ ഒരു വൈരാഗ്യം വെച്ചിട്ട് ഒരുത്തം വന്നിട്ട് ചൂടായി. എന്താടാ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാടാ, നിങ്ങളാ ഇളങ്ങ് മാറി മാറി പോയിട്ട് ഇയാൾ പുറകെ അടക്കുക. തിരിച്ച് ഒരൊറ്റ അട്ടി കൊടുക്കാൻ കൈ എടുത്തപ്പോഴാണ് കൈ പോക്കറ്റെ തട്ടി. പോക്കറ്റ് എന്തോ ഇരിക്കുക, വിസയും പാസ്പോർട്ടും. പുള്ളി അകത്ത് പറഞ്ഞു, നിന്നോട് മിണ്ടിയ നീ കേസ് കൊടുക്കും, എൻ്റെ പോക്ക് തടയും. പക്ഷേ ഒരു കാര്യമുണ്ട്, അടുത്ത ആഴ്ച
നീ മുണ്ടും മടക്കി കുത്തി ഇവിടെ ഈ ടൗണിൽ കാണും, ഞാൻ എവിടെ പോവും? മേളിക്കൂടെ പോവും. നമ്മൾ ഈ പലരും മിണ്ടാതിരിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. ഞങ്ങളെ മണ്ടരാക്കല്ലേ. ഞങ്ങളുടെ വിസ പോകാതിരിക്കാൻ മിണ്ടായിരിക്കുക. ഞങ്ങൾ പോകുമ്പോഴും നിങ്ങളിവിടെ മുണ്ടും മടക്കി കുത്തി കാണുമെന്നുള്ള അറിവുകൊണ്ടാണ് പലപ്പോഴും മിണ്ടായിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ എന്തുകൊണ്ട്? സമാധാനം. ഈ സമാധാനത്തിനായി സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഈ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലേക്കും ക്രിസ്തുവിൻ്റെ ഇടപെടലുണ്ടായി. ഒന്ന് പാപമായിരുന്നു. അതുകൊണ്ടാണ് കാനായിലെ വീട്ടിൽ വെച്ച് 6 കൽപ്പാത്രങ്ങളെ കാണുന്നുണ്ട്. ദേഹശുദ്ധി വരുത്താൻ 6 ഉള്ളൂ, 6 മനുഷ്യസംഖ്യ. പക്ഷേ 7ാമതൊരു കൽപ്പാത്രമുണ്ട്, അതിലെ ആത്മശുദ്ധി അടക്കത്തുള്ളൂ. പാപം മോചിക്കപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യർ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നു, പുണ്യ നദികളിൽ പോയി സ്നാനം എടുക്കുന്നു. എന്തിനാ? കഴുകുന്നു. പാപം കഴുകാനാണ് യുഗങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ശ്രമം. അതിനുവേണ്ടി തീർത്ഥാടനങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, സന്ദർശനങ്ങൾ, ഇതെല്ലാം ഒരു പരിധിവരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന എല്ലാ ബഹുമാനത്തോടും കണ്ടുകൊണ്ട് പറയട്ടെ. അതിനെല്ലാം ആദരവോട് കണ്ടുകൊണ്ട് പറയുമ്പോൾ ഒരു നദിയുണ്ട് കേട്ടോ, ചങ്കിന്നൊഴുകുന്ന ഒരു നദി. ആ നദിക്കകത്തൊഴുകുന്ന രക്തത്തിൽ മുങ്ങിയാൽ ഹിമം പോലെ വെളുക്കുന്ന പുണ്യാഹ രക്തം. ആ നദിക്കകത്ത് കോടാകോടി ജനങ്ങൾ കഴിഞ്ഞ 2000 വർഷമായി കഴുകിക്കളഞ്ഞു. അവിടെ ആത്മാവിൻ്റെ പാപക്കറകൾ. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തുന്ന പാപം. 2ാമത് മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തുന്നത് ദുരാത്മാക്കളാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു സമാധാന പ്രഭു എന്നറിയപ്പെടുന്നത്. ദുരാത്മാക്കളെ ശാസിച്ചപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു, എൻ്റെ കുഞ്ഞിനെ തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു, നൊരച്ച് പതപ്പിക്കുന്നു. രോഗം വരുമ്പോൾ അതിനെ ഒരപ്പനെ പറയുക, ഒരു കുഞ്ഞിങ്ങനെ തീയിലും വെള്ളത്തിലും വീണ് നൊരച്ച് പതയുമ്പോൾ അപ്പൻ എന്തോ ഉണ്ടോ? സമാധാനമുണ്ടോ? ഇല്ല. യേശു അവൻ്റെ ആ രോഗാത്മാവിനെ എന്ത് ചെയ്തു? ശാസിച്ചു. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, മനുഷ്യൻ്റെ സമാധാനം കെടുത്തുന്ന സകല മേഖലയിലും ഇടപെടും. അടുത്തൊരു സമാധാനം കളയുന്നതാണ് രോഗം. കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനം രോഗങ്ങൾക്ക് രോഗശാന്തി കൊടുക്കുകയായിരുന്നു, സൗഖ്യം വരുത്തുകയായിരുന്നു. പ്രിയരെ, കരമടയ്ക്കാൻ കാശില്ലെന്ന് പറഞ്ഞവർക്ക്, വിശന്ന് വലഞ്ഞിരുന്ന ജനങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ സന്നിധി വന്നാൽ നമ്മുടെ സമാധാനം കെടുത്തുന്ന സകല വിഷയങ്ങളും കർത്താവിൻ്റെ കരം സമാധാന പ്രഭുവായിട്ട് വെളിപ്പെടും. പരീക്ഷ നടക്കുക, സൺഡേ സ്കൂളിൻ്റെയാ. ഞങ്ങളുടെ ഒരു കൊച്ചു മിടുക്കനാ. മൂത്ത കൊച്ചുങ്ങൾക്ക് എഴുത്ത് പരീക്ഷ. കൊച്ചുങ്ങൾക്ക് എന്താ ചോദിച്ചു. ഞങ്ങളുടെ സഭയിലാ. കൊച്ചിനോട് ചോദിച്ചു, മോനെ ഈ ലാസറിൻ്റെ വീട്ടിൽ വന്നിട്ട് യേശു എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അവൻ കുറേ നേരം നോക്കി നിന്നിട്ടൊരു ഉത്തരം പറഞ്ഞു. എന്തോ ചെയ്തെന്നോ. എന്നിട്ട് ഈ കൊച്ചു മിടുക്കനൊരു ഉത്തരം ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പറഞ്ഞു, കയറി അങ്ങ് ഇടപെട്ടില്ലേന്ന് ചോദിച്ചു. ആര്? യേശു. സത്യമാണ്. അവൻ്റെ ഉത്തരം ഇതായിരുന്നു. ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ചെയ്ത് അങ്ങ് കയറി ഇടപെട്ടെന്ന് അവന് മാർക്ക് കൊടുത്തു. അതല്ലേ എൻ്റെ സത്യം. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുന്ന സകല പ്രശ്നങ്ങളിലും കയറി ഇടപെടും. ഒന്ന് അനുവദിച്ചാൽ മതി. യേശുവിനെ പാപക്കറകൾ കഴുകിക്കളയാൻ അവിടുത്തെ അനുവദിച്ചാൽ